വെൽക്കം ടു ദ ലേറ്റ് റിവ്യൂ ഓഫ് ബോട്ട് നിർവാല അയോൺ. അതെ, മാർച്ചിൽ ഇറക്കിയ സാധനമാണ്. ഇതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ ചില സമയത്ത് ആലോചിച്ചാണ്, പക്ഷേ പിന്നെ ചെയ്തില്ല. ഇനീഷ്യൽ ഒരു ഇംപ്രഷൻ മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ചെയ്യാൻ എനിക്കൊരു ഇത് കിട്ടിയില്ല. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ 120 അവേഴ്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചു 120 അവേഴ്സ് ഉണ്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കാര്യമായിട്ടൊരു ടെസ്റ്റിംഗ് നടത്തി. അതായത് ഇത് 100 തൊട്ട് 0 വരെ ഞാൻ ആക്കി. എന്നിട്ട് ഞാൻ അത് ഫുള്ള് ഒരു ഡേറ്റ ഉണ്ടാക്കി എത്ര മണിക്കൂർ എന്നുള്ളൊരു കൃത്യം കണക്ക് എനിക്ക് കിട്ടി. ആ കണക്ക് സത്യം പറഞ്ഞാൽ വളരെ 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 അമ്പരിപ്പിക്കുന്നതാണ്. ആ കണക്ക് ഞാൻ വഴിയെ പറയാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മൾ ഇനി 1000 പേരോട് ഉണ്ടെങ്കിൽ, 1000 ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ 50,000 നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് 49 നമ്മളുണ്ട്. 1K മോർ. സോ സബ്സ്ക്രൈബ്. അപ്പം ഇതിൻ്റെ ലോങ് ടേം റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. കാര്യമായിട്ട് എല്ലാം തന്നെ ഞാൻ പറയും, ആത്മാവ് ഊറ്റി തരാൻ ഞാൻ. അവസാനം നിങ്ങൾക്കൊരു തീരുമാനം ഇത് മേടിക്കണോ വേണ്ടോ എന്ന്. കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ വിളിച്ചു പറയും, അത്രേ ഉള്ളൂ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ തുടങ്ങാം. കേസിൻ്റെ ക്വാളിറ്റി, ഇത് ബോട്ടിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലേക്ക് അവരിറങ്ങിയെന്ന് കാണിച്ച ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ബിൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിൻ്റെ ബിൽഡ് നല്ലതാണ്. ഈ കേസൊക്കെ ആണല്ലോ നല്ലതാണ്. പിന്നെ ഇത് സ്ക്രാച്ച് പറ്റുന്നതാണ്, പക്ഷെ എന്നാലും എനിക്ക് വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്കും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. എനിക്ക് ബേസിക്കലി കേസ് വെച്ച് ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ക്വാളിറ്റി കുറവായിരിക്കുന്നു, പക്ഷേ ഈ നാഴിക വരെ ഇതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ തുറക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്. സോ കേസ് ക്വാളിറ്റി ഈസ് പ്രിറ്റി ഫൈൻ, നോ പ്രോബ്ലം. ഓഫ് കോഴ്സ് ടൈപ്പ് സി ചാർജിങ് ആണ്. ചാർജിങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു പെട്ടെന്ന് തന്നെ ആകുന്നു. 2-3 മണിക്കൂർ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു അപ്രോക്സിമേറ്റ് ആണ്, പ്രോപ്പറായിട്ടല്ല. അപ്പം കേസും അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഉള്ളതാണ് ബഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുപ്പമുള്ളതാണ്. അതായത് ഒരു വണ്ണമുള്ള ടൈപ്പ് ഡിസൈനാണ്. കാരണം ഇതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് തള്ളി കയറ്റിയതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററിക്കൊക്കെ ഭയങ്കര പരിഗണന. അതായത് ഒരെണ്ണം 12 മണിക്കൂർ, ഒരെണ്ണം 12 മണിക്കൂർ നിൽക്കുമെന്നാണ് ഇവരുടെ വാദം. രണ്ടും കൂടെ ചേർത്ത് 24 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും, അതായത് ഈ കേസ് ഉപയോഗിക്കാതെ. അതിലേക്ക് ഞാൻ വരാൻ വഴിയേ, അത് പോട്ടെ. അപ്പം ഇത്രയൊക്കെ ബാറ്ററി ബാക്കപ്പ്, പിന്നെ ഇതിനകത്ത് 11mm ഡ്രൈവർ, പിന്നെ ക്വാഡ് മൈക്സ്, ഇങ്ങനെ കുറേ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് സാധനം നല്ല അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ കംഫർട്ടിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് എനിക്ക് ആദ്യത്തെ ഒരു വെറുപ്പ് തോന്നിയത്. കാരണം ഇത് ഇരുന്നോളും, പക്ഷേ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ തലയൊക്കെ ഇങ്ങനെ താത്തി അല്ലെങ്കിൽ തല ഇങ്ങനെ കുനിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 2-3 തവണ ഈ പറഞ്ഞ പോലെ അത് എൻ്റെ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്, മണ്ണിലൊക്കെ വീണിട്ടുണ്ട്. നല്ല രസമായിരുന്നു, പക്ഷെ എന്നാലും സാധനം നിന്നു. പിന്നെ ഇതിനകത്ത് IP റേറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. IPX4 റേറ്റിംഗ് ഉണ്ടോണ്ട് വലിയ കുഴപ്പമില്ല, സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ഒക്കെയാണ്. സോ ആ ഒരു വണ്ണം ഉണ്ട്. അപ്പം ഊരി പോകാൻ സാധ്യത ഉണ്ടെന്നാൽ കുഴപ്പമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്കെയിൽ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പം ബാഡ്, ആവറേജ്, ഗുഡ്, വെരി ഗുഡ് എന്നാണ് ഒരു സ്കെയിലെങ്കിൽ ഞാൻ ഇതിനെ ആവറേജിൽ കൊണ്ട് നിർത്തും. ആവറേജ് ടു ഗുഡിൻ്റെ റേഞ്ചിൽ ഞാൻ വെക്കും. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും. പക്ഷേ കുറച്ചുകൂടെ എനിക്ക് മറ്റേ ബോട്ടിൻ്റെ ANC ഉണ്ടല്ലോ, ഞാൻ കുറച്ച് നാൾ മുമ്പ് അൺബോക്സ് ചെയ്ത ആ സാധനമാണ് എനിക്ക് കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ട് തോന്നി. കാരണം അത് പ്രോപ്പറായിട്ട് ഇരുന്നോളും. കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ ആണ്, ചെവിയിൽ ഇരിക്കുമ്പോഴോ കംഫർട്ട്. ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ മടുപ്പ് വരും, സ്വാഭാവികം. അപ്പം കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെയാണ്, അതായത് സാധനത്തിൻ്റെ വർക്കിംഗ് കൺട്രോൾസ്. അപ്പോൾ പെയറിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്. മറ്റേ ഗൂഗിളിൽ തന്നെ ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ വൈഫൈ ഒക്കെ ഓൺ ആക്കുമ്പോൾ തന്നെ ബോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞു വരും, കണക്റ്റ് എന്ന് പറഞ്ഞു വരും. പിന്നെ ബോട്ടിന് തന്നെ ഹിയറബിൾസ് ആപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ബോട്ട് തേർഡ് പാർട്ടി സെറ്റപ്പ് ഒന്നുമല്ല, അവർ പ്രോപ്പറായിട്ട് അവരുടെ തന്നെ ആപ്ലിക്കേഷൻ വെച്ച് ഈ സാധനം ലിങ്ക് ചെയ്തെടുക്കാം. സോ അതിനൊരു ബിഗ് തംസ് അപ്പ്. പ്രോപ്പറായിട്ട് പെയറിംഗ് ആകുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റ് പെയറിംഗ്. ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ പെയറിംഗ് ആവും. പിന്നെ ഇതിൻ്റെ ടച്ച് കൺട്രോൾസും ഫീച്ചേഴ്സിനകത്ത് പ്രധാനമായിട്ടുള്ളതാണ് ഇൻ ഇയർ ഡിറ്റക്ഷൻ. അത് ആക്ച്വലി വർക്കിംഗ് ആണ്. നമ്മൾ പാട്ട് കേട്ടോണ്ടിട്ട് ഇത് ഏതായാലും ഒരു ബഡ് ഊരിയാൽ തന്നെ പ്ലേ പോസ് ആവും, അതായത് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ അത് പോസ് ആവും, അത്രേ ഉള്ളൂ. പിന്നെ ടച്ച് കൺട്രോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ് ടു പ്രീവിയസ് സോങ് ലെഫ്റ്റ് ബഡിൽ, ഡബിൾ ടാപ്പ് റൈറ്റ് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സോങ്ങിലേക്ക് പോകും. ലെഫ്റ്റ് ബഡിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഡൗൺ. ഇവിടെ റൈറ്റ് ബഡിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം അപ്പ്. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഈ പോസ് ആൻഡ് പ്ലേ ആണ് എനിക്ക് ഏറ്റവും വെറുപ്പ്. കാരണം നമ്മൾ കാര്യമായിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെവിയിലൊക്കെ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ച് ചെറുതായിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് പോസാകും. അതായത് ഭയങ്കര സെൻസിറ്റീവാണ്. അത് ചെറുതായിട്ട് നമ്മൾ ചില സമയത്ത് ഇത് ലൂസായി പോകുമ്പോൾ നമ്മളിതൊന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടി ഈ സൈഡേ ഉപയോഗിക്കാറുള്ളൂ. ഇത് സെൻറ്ററിൽ പിടിച്ച് നമ്മൾ ഫിറ്റ് ആക്കുകയാണ്, പാട്ട് നിന്ന് പോകും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇരുന്ന് ഈ പറഞ്ഞ കഥകളി കളിച്ചാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. ചില സമയത്ത് അവസാനം നമ്മൾ ഫോണിൽ തന്നെ ഇത് പ്ലേ പോസ് ചെയ്യേണ്ടി വരും. ഫീച്ചർ ഓഫ് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീച്ചർ
ടോഗിളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ബാക്കി മീൻസ് സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു ഇറിറ്റേഷൻ വരും ഈ പ്ലേ പോസ് ചെവിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ. സോ കൺട്രോൾസിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ആപ്ലിക്കേഷനകത്ത് ഇൻ ഇയർ ഡിറ്റക്ഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൺട്രോൾസ് ഇഷ്ടം പടി നിങ്ങൾക്ക് മാറ്റാം, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതിനനുസരിച്ച് ചെയ്യാം. ഇനി അടുത്തായിട്ടുള്ളതാണ് അണ്ണൻ്റെ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ബെസ്റ്റ് സെല്ലർ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ കേസിൽ ബാറ്ററി എന്ന് പറഞ്ഞ ഒരു വലിയ ഘടകമാണ് ഇത് ബെസ്റ്റ് സെല്ലർ ആകാൻ, അത് ഞാൻ അംഗീകരിക്കുന്നു. കൂടാതെ തന്നെ ബാറ്ററി എന്ന ഘടകത്തിനൊപ്പം ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സൗണ്ട് ക്വാളിറ്റിയാണ്. കിടിലൻ സൗണ്ട് ക്വാളിറ്റിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ടോപ്പ് അല്ലെങ്കിൽ ഈ പ്രൈസിൽ ബെസ്റ്റ് എന്ന് പറയില്ല. ഒപ്പോടെ എൻകോ ബഡ്സ് ഉണ്ട്, റിയൽമിയുടെ തന്നെ T100 അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയ സാധനമാണ്. എൻ്റെ ഫ്രണ്ടൊക്കെ മേടിച്ചിട്ടുള്ള അത് അവൻ പറയുന്നത് കുറച്ചുകൂടെ ഇതിനേലും അവന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാനും അത് യൂസ് ചെയ്ത് നോക്കി, ഒപ്പോ ഞാൻ യൂസ് ചെയ്ത് നോക്കി, അതെനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് അതാണ്. അതായത് കുറച്ചുകൂടെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട്, അതായത് പാട്ട് കാര്യമായിട്ട് തന്നെ മീൻസ് അറുത്ത് മുറിച്ച് അറിയാവുന്നവർക്ക്, കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്നവർക്ക് മനസ്സിലാവും കുറച്ച് ബെറ്റർ സൗണ്ട് ക്വാളിറ്റി മാത്രം നോക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ബാക്കിയുള്ളതായിരിക്കും. പക്ഷേ ഇത് എന്താ പറയുക, ഇത് പൊട്ടയാണെന്ന് പറയാനും പറ്റില്ല. അപ്പം ഇതിൻ്റെ ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ബാഡ്, ആവറേജ്, ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ഇതിനകത്ത് വെരി ഗുഡിലായിരിക്കും ഞാൻ ഈ ഒരു ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്നത്. എക്സലൻറ്റിൽ വേണമെങ്കിൽ ഈ പ്രൈസ് റേഞ്ച് നമുക്ക് ഒപ്പോ അല്ലെങ്കിൽ റിയൽമി ഒക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വെരി ഗുഡാണ്. ഗുഡും ആവറേജും വെരി ബാഡ്, ഈ പറഞ്ഞ മൂന്നും നമ്മൾ നോക്കണ്ട, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇനി 2 ഈക്വലൈസർ മോഡുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ലെഫ്റ്റ് ബട്ടണിൽ കാര്യമായിട്ട് 3 സെക്കൻഡ് നമ്മൾ ടാപ്പ് ചെയ്ത് മീൻസ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ബാലൻസ്ഡ് മോഡും ഉണ്ട്, ഒരു ബോട്ടിന് സിഗ്നേച്ചർ സൗണ്ട് ഉണ്ട്. ബാലൻസ്ഡ് മോഡ് എനിക്കറിയില്ല എത്ര പേര് ഉപയോഗിക്കുന്നു, എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ സിഗ്നേച്ചർ സൗണ്ട് ഈസ് അടിപൊളി. കാരണം സിഗ്നേച്ചർ സൗണ്ടിൽ നല്ല ബേസ് ആണ്, അതായത് പ്രോപ്പർ ബേസ്, ആ ക്വാളിറ്റി തന്നെ വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സിഗ്നേച്ചർ സൗണ്ടിലാണ്. അതിന് വലിയ തംസപ്പ്. കാരണം ഇവർ പണി എടുത്തിട്ടാണ് ഇത് ഇറക്കിയേക്കുന്നത്. വളരെ മികച്ച ഒരു ശ്രമം തന്നെയാണ്, അത് അത്യാവശ്യം വിജയിച്ചിട്ടുണ്ട്. കാരണം ബെസ്റ്റ് സെല്ലറാണ്, ഓൾറെഡി അവർക്ക് ലാഭമാണ്. ബട്ട് പ്രോഡക്റ്റ് എന്ന രീതിയിലും നല്ലതായിട്ട് തോന്നുന്നു. അതായത് ആ ഒരു ബോട്ട് സിഗ്നേച്ചർ സൗണ്ട്. അപ്പം സൗണ്ട് ക്വാളിറ്റി ഒരു പ്രധാന ഘടകമാണ്. സൗണ്ട് ക്വാളിറ്റിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സ് ആണ്. ഓഫ് കോഴ്സ് ഒപ്പോയും റിയൽമിയും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഇത് നോക്കാവുന്നതാണ് സൗണ്ട് ക്വാളിറ്റി. ഇനി അടുത്തായിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, ബാറ്ററി. അപ്പോൾ ബാറ്ററിയെ പറ്റി നോക്കുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കേണ്ടത് ഈ ഒരു ഗൂഗിളിലെ കീപ് നോട്ട്സിനകത്ത് ഞാൻ സേവ് ചെയ്ത ഡേറ്റയാണ്. കറക്റ്റ് 15 ദിവസം എടുത്തു ഞാൻ ഇതിൻ്റെ ബാറ്ററി ഫുള്ള് 0 ആക്കാൻ. അപ്പോൾ വിചാരിക്കും ബ്രോ തള്ളാതെ, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ മീൻസ് സ്ക്രീൻ റെക്കോർഡ് വേണമെങ്കിൽ ഇട്ട് തരാം. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, ചില ദിവസമൊക്കെ ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ യൂസ് ചെയ്യുള്ളൂ, ചില ദിവസം ചിലപ്പം 40 മിനിറ്റ് യൂസ് ചെയ്യുള്ളൂ, ചില ദിവസം 5 മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ട്, ചില ദിവസം 3 മണിക്കൂർ. അതായത് എൻ്റെ യൂസേജ് സ്റ്റാറ്റിറ്റിക്സ് അനുസരിച്ചാണ് ഞാൻ ഇതിനകത്ത് ഡേയ്സ് കൗണ്ട് ചെയ്തിരിക്കുന്നത്. ചില ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒരു ദിവസം ഒഴിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ടോട്ടലി ഡേ 15 വരെ ഉണ്ട് ഞാൻ കൊടുത്ത ഡേറ്റയ്ക്കകത്ത്. പ്രോപ്പർലി ബാറ്ററി കിടിലനാണ്. പക്ഷേ ഞാൻ ഇതിനകത്തെ ഡേറ്റയിലൂടെ ലാസ്റ്റ് സ്വരുക്കൂട്ടി വെച്ച അവേഴ്സ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിലൂടെ എനിക്ക് കിട്ടിയ മണിക്കൂർ എന്ന് പറയുന്നത് 41 മണിക്കൂറാണ്. ഈ ഒരു സാധനം ഇപ്പം ഏറെക്കുറെ 8 മാസം പുരാതനമായി. ബാറ്ററി ഉള്ള ഏത് ഡിവൈസും കുറെ നാൾക്ക് ശേഷം ബാറ്ററി ഡീഗ്രേഡ് ആകാൻ തുടങ്ങും, സ്വാഭാവികം. ഫോൺ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും. സോ ഇനീഷ്യലി ചിലപ്പോൾ എൻ്റെ ഈ ഒരു യൂസ് കേസിൽ ചിലപ്പം ഒരു 50-60 മണിക്കൂർ ചിലപ്പം എൻ്റെ യൂസ് കേസിൽ കിട്ടുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഹെവി വോളിയത്തിലൊന്നും അല്ല പാട്ട് കേട്ടോണ്ടിരുന്നത്. ഞാൻ ഒരു 60 ആ ഒരു റേഞ്ച്, അതായത് ഇതിൻ്റെ നോർമൽ റേഞ്ചിൽ തന്നെ കേട്ടോണ്ടിരുന്നത്. വളരെ റെയർ ആയിട്ട് മാത്രമേ ഞാൻ 60 ഇച്ചിരി 70 കേട്ടിട്ടുള്ളൂ. അല്ലാത്ത ഫുൾ ടൈമിൽ ഞാൻ ഇത് 60 വോളിയത്തിലാണ് നോക്കിയത്. അപ്പം ആ ഒരു സെറ്റപ്പ് വെച്ച് എനിക്ക് കിട്ടിയ 41 മണിക്കൂറാണ്. അതായത് 120 മണിക്കൂറിന് വെറും 34% മാത്രമേ ഇതിന് ബാറ്ററി ബാക്കപ്പ് ഉള്ളൂ. സോ മൊത്തത്തിൽ തിരിച്ചു കഴിഞ്ഞാൽ 120 എന്ന് പറഞ്ഞാൽ തള്ളാണ്. റെഗുലർ ആയിട്ടുള്ളൊരു യൂസർ യൂസ് ചെയ്യുമ്പോൾ പകുതി പ്രതീക്ഷിച്ചാൽ മതി. 60 പ്രതീക്ഷിച്ചു, ഞാൻ 41 പറയുന്നു. അപ്പോൾ ഇതിനകത്ത് പാട്ട് കേൾക്കൽ മാത്രമാണോ സിനിമ കാണൽ മാത്രമാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അല്ല, പാട്ട് കേൾക്കലുണ്ട്, സിനിമ കാണലുണ്ട്, ഫോൺ വിളിയുണ്ട്. ഇതെല്ലാം കൂടെ മാനേജ് ചെയ്താണ്. അതായത് സാധാ ഒരു യൂസർ എന്ത് ചെയ്യുന്നത്, എനിക്ക് വേണം പാട്ട് ഫുള്ള് കേട്ട് റിവ്യൂ പറയാം. ഞാൻ എന്താണോ ഞാൻ റിയൽ ലൈഫിൽ ചെയ്തത് അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാം ചെയ്തു, മീൻസ് കോള്, മ്യൂസിക്, മൂവീസ് എല്ലാം. അത് കാരണം ഡെയിലി നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബസ്സിൽ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്ത ടൈമിൽ പാട്ട് കേട്ടു. കൂടാതെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇത് ചെവി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ENC എന്ന് പറയുന്ന സാധനമുള്ള ANC ഒന്നുമില്ല. എന്നാൽ പോലും എനിക്ക് മീൻസ് നമ്മളിപ്പം സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്, കണ്ണെടുക്കാൻ തോന്നില്ല, കാരണം സൗണ്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഓടുന്നുണ്ട്. പിന്നെ ഗെയിമിൻ്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്യില്ല, ഒരു തവണ ഞാൻ ടെസ്റ്റ് ചെയ്യുള്ളൂ, കുഴപ്പമില്ല. അപ്പം
സംഭവം ബാറ്ററി ഇതാണ് 41 മണിക്കൂർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കമ്പനികളും ഈ അവേഴ്സിൻ്റെ കാര്യം തള്ളുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രീമിയം ആയിട്ടുള്ള വലിയ മികച്ച ബ്രാൻഡുകൾ, സോണി പോലുള്ള വലിയ ബ്രാൻഡുകൾ ചിലപ്പോൾ പറയുന്ന അത്രയും കിട്ടുമായിരിക്കാം. ഇനി ചിലപ്പോൾ 120 കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 120 മണിക്കൂർ ചിലപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 40% വോളിയത്തിലൊക്കെ ആയിരിക്കും നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ ഒരു യൂസിൽ ഈ സാധനം മേടിച്ച് കുറച്ചാൾ മീൻസ് മേടിച്ച ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ആ ഒരു 40% അല്ലെങ്കിൽ 45% വോളിയത്തിൽ ഇത് കേൾക്കുവാണെങ്കിൽ ചിലപ്പോൾ 120 മണിക്കൂർ കിട്ടിയെന്നിരിക്കാം. പക്ഷേ നോർമലി ഒരു 60K അബോവ് ഒക്കെ പോയി കഴിഞ്ഞാൽ 120 കിട്ടത്തില്ല, ഒരു 60 മാക്സിമം പകുതി. ഇപ്പോഴത്തെ 8 മാസം കഴിഞ്ഞുകൊണ്ടാണ് ഈ 41 കിട്ടുക, അല്ലെങ്കിൽ ഒരു 45 ആണെങ്കിൽ കിട്ടിയെന്നിരിക്കാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ആക്യുറേറ്റ് അല്ല, കാരണം ചില സമയത്ത് 7% കാണിച്ചിട്ടും ഈ സാധനം വർക്കാതെ വരും. അതായത് ബാറ്ററി ഞാൻ തീരെ ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല ഊറ്റിയെടുത്ത് ഞാൻ എന്നിട്ട് തീരുന്നില്ല. പക്ഷേ ഈ ഒരു 41 മണിക്കൂർ വെച്ച് ഞാനിത് പൊട്ടയാന്ന് പറയും ഒരിക്കലും ഇല്ല. കാരണം ഞാൻ നിങ്ങളോട് ഇപ്പൊ തന്നെയാണ് പറഞ്ഞത് 15 ദിവസം നിന്നെന്ന്. ഈ ഒരു സാധനം 15 ദിവസം നിന്നെങ്കിൽ അത് ചില്ലറ സാധനമല്ല. കോമ്പറ്റീഷൻ വെച്ച് വളരെ ഭേദമാണ്. ബാക്കി കമ്പനികൾ 60 മണിക്കൂറാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 30 കിട്ടുള്ളായിരിക്കും. ഇവര് 120 പറഞ്ഞിട്ട് 60 അല്ലെങ്കിൽ 45 മേളിൽ കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. അതായത് ബെറ്റർ ആണ് കിട്ടുന്നത്. പക്ഷേ കമ്പനി ക്ലെയിം ചെയ്യുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സിനാറിയോയിൽ യൂസ് ചെയ്യണം. മനസ്സിലായെന്ന് വിശ്വസിക്കാം. അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതി യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോപ്പർ കിട്ടുള്ളൂ. ടെസ്റ്റ് ചെയ്ത് കാണാം, 120 കിട്ടി കാണാം. ഞാൻ പറഞ്ഞത് എൻ്റെ യൂസ് കേസിലാണ്. സോ ബാറ്ററി ബാക്കപ്പ് അടിപൊളിയാണ്. ഈ 41 മണിക്കൂറാണേലും സ്മൂത്താണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഡെയിലി 5 മണിക്കൂറൊക്കെ ഇടേ. സാധാ ഒരു രീതിയിൽ ഡെയിലി 2 മണിക്കൂർ കേട്ടാൽ ഇത് അതിൽ കൂടുതൽ നിൽക്കും, ഇത്ര ഉറപ്പാണ്. അത് അതിനകത്തൊരു കൺഫ്യൂഷനും വേണ്ട. പക്ഷെ ഞാൻ ഒരു ദിവസം 5 മണിക്കൂറൊക്കെ കോള്, മ്യൂസിക്, മൂവീസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പോലും ഒരു പ്രശ്നവും. ഇനിയിപ്പം വിളിക്കരുത് 5 മണിക്കൂറൊക്കെ യൂസ് ചെയ്യാൻ ബ്രോയ്ക്ക് വട്ടമുണ്ടെന്ന് ചോദിക്കരുത്. ടെസ്റ്റിങ്ങിന് ഞാൻ ചെയ്തു. അതുപോലെ ഞാൻ ചിലപ്പോൾ ട്രെയിനകത്തൊക്കെ കുറേ നേരം കുത്തിയിരിക്കേണ്ടി വരും. കാരണം ട്രെയിൻ ക്രോസിംഗ് ഒക്കെ വരുമ്പോൾ കുറേ നേരമൊക്കെ പിടിച്ചിടുമല്ലോ സ്റ്റേഷനിൽ. അപ്പോൾ വെറുതെ ഇരിക്കുമല്ലേ, ഇത് കേട്ടോണ്ടിരിക്കും. ദാറ്റ്സ് ഓൾ. പ്യുവറായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി. ഇനി മൈക്ക് ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞ നിർവാന അയോണിനകത്ത് നിന്ന് കിട്ടുന്ന മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ ഭേദമായിരിക്കാം. ഞാൻ ഇതൊരു വാട്സപ്പ് ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ നമ്മളിങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ലെവൽ കിട്ടും. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ശോകമായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ട്രാവലിംഗ് ഒന്നും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടും. പക്ഷേ ചെറുതായിട്ടായാലും ട്രാവലിംഗ് ആണ്, അതായത് ബസ്സിലോ ട്രെയിനിലൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫോൺ വിളിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പാടാണ്. അതായത് എതിരെയുള്ള ആൾക്ക് കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മൾ കാര്യമായിട്ട് അലറേണ്ടി വരും. ഇനിയിപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ഇയർ പീസിലോട്ട് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ വളരെ ബെറ്റർ ആയിരിക്കും, നമുക്ക് അറ്റ്ലീസ്റ്റ് സംസാരിക്കില്ല. പക്ഷേ ഇത് വെച്ചാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ മൈക്ക് ക്വാളിറ്റി പൊതുവെ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി വേറൊന്നും ഇല്ല പറയാൻ. കാര്യമായിട്ട് ഞാൻ അർത്ഥം മുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പറയാനൊന്നുമില്ല. ഈ സാധനത്തിന് വില 2000 ആണെന്ന് തോന്നുന്നു, ചില സമയത്ത് 1500 വരുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ വെച്ച് ബാറ്ററി പ്ലസ് സൗണ്ട് ക്വാളിറ്റി ആണ് നോക്കുന്നതെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. സ്റ്റിൽ സജസ്റ്റബിൾ. ബാറ്ററി പ്ലസ് സൗണ്ട് ക്വാളിറ്റി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോ അല്ലെങ്കിൽ റിയൽമി അല്ലെ സിമിലർ ആയിട്ടുള്ള വേറെ ബ്രാൻഡുകളിലേക്ക് നോക്കാം. OnePlusനൊക്കെ ഇച്ചിരി റേറ്റ് കൂടിയൊക്കെ കാണും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ. പക്ഷേ ബാറ്ററിയും സൗണ്ട് ക്വാളിറ്റിയും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന രീതി വെച്ച് ഞാനിത് സജസ്റ്റ് ചെയ്യും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പം ഇത് മേടിച്ചിട്ട് വളരെ പൊട്ടയായിട്ട് തോന്നിയവർ കാണാം, ഇത് മേടിച്ചിട്ട് എന്നേലും വളരെ മികച്ച എക്സ്പീരിയൻസ് കിട്ടിയവർ കാണാം. ഐ റെസ്പെക്ട് യു, ബട്ട് എൻ്റെ യൂസ് കേസിൽ ഇങ്ങനെയാണ്. എനിക്കിത്രേ പറയാനുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും